ആലിയുടെ കൈവശമുണ്ടായിരുന്ന ലവ് ടോക്കണിൻ്റെ ബാക്കി ഷാവോ കണ്ടെത്തുന്നത് വരെയായിരുന്നു നമ്മൾ കണ്ടു നിർത്തിയത്. ബിങ്ഷുവിൻ്റെ അസിസ്റ്റൻ്റ് ഈ സമയം ഗ്രാമത്തിൽ ഒരിടത്ത് വെച്ച് തന്നെ ഹേവുമായിട്ട് ഒരു സീക്രട്ട് മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഇവർ തമ്മിൽ മുമ്പ് തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ഇവിടെ എന്തൊക്കെയോ പണികൾ പ്ലാൻ ചെയ്തിരുന്നതാണ്. പ്രതീക്ഷിക്കാതെ ബിങ്ഷു എത്തിയത് കാരണം അതെല്ലാം ആകെ കുളമായിരിക്കുകയാണ്. പക്ഷേ ബിങ്ഷുവിൻ്റെ വാൾ മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ അവനെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് അസിസ്റ്റൻ്റ് ഹേവുവിനോട് പറയുന്നുണ്ട്. ശരിക്കുള്ള യൂലി സ്പ്രിംഗ് കണ്ടെത്താൻ ബിങ്ഷുവിന് കഴിഞ്ഞിട്ടില്ലെങ്കിലും രാജാവിനോട് അത് പറയാതെ ബിങ്ഷു ജീവൻ പകരം നൽകി നേടിയെടുത്തതാണ് എന്ന് പറഞ്ഞ് ഒരു കുപ്പി വെറും വെള്ളം യൂലി സ്പ്രിംഗ് വാട്ടറാണ് എന്ന രീതിയിൽ രാജാവിന് നൽകാനാണ് അസിസ്റ്റന്റിന്റെ പ്ലാൻ. ബിങ്ഷു രാജാവിൻ്റെ അടുത്തെത്താതെ ഇവിടെ വെച്ച് അവനെ കൊല്ലാൻ ഹേവുവിനോട് അയാൾ സഹായം ചോദിക്കുന്നുണ്ട്. അതിന് പ്രത്യുപകാരമായിട്ട് ഇനി ഫെയ്യു ഗാർഡ്സ് ഡീമൺസിനെ അങ്ങോട്ട് ആക്രമിക്കില്ല, പകരം രാജാവിന് തങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ചെറിയ ചെറിയ മൈനർ ഡീമൺസിനെ ഹേവ് തങ്ങൾക്ക് അയച്ചു തന്നാൽ മതിയെന്നും അയാൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഇവരിങ്ങനെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് സിഷു മറഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ആയപ്പോഴേക്കും അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ആ ശബ്ദം ഇവർ കേൾക്കുന്നുണ്ടെങ്കിലും അതാരാണ് എന്ന് നോക്കാൻ പറ്റുന്നതിന് മുമ്പേ രണ്ട് ഗ്രാമീണർ അങ്ങോട്ടേക്ക് വരുന്നതിനാൽ അവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയുന്നുണ്ട്. ഹേവു ഏതോ ഇമ്മോർട്ടലാണ് എന്ന് ഗ്രാമീണർ തെറ്റിദ്ധരിക്കുന്നു. അയാളും അത് ശരിവെക്കുന്നുണ്ട്. അവരുടെ കഷ്ടപ്പാട് കണ്ട് യൂലി സ്പ്രിംഗ് വാട്ടർ നൽകി അവരെ സഹായിക്കാൻ വേണ്ടിയാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ഹേവു അവരോട് പറയുന്നു. അത് വിശ്വസിച്ച ഗ്രാമീണർ അവനെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഡീമൻ ആലിക്കുള്ള വെള്ളവുമായി തിരികെ വന്നപ്പോൾ ഷാവോ മറഞ്ഞു നിൽക്കുകയായിരുന്നു. ആലിക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നീ ശരിക്കും യാവർ ആണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഷാവോ പുറത്തേക്ക് വന്നത്. പക്ഷെ അപ്പോഴേക്കും ആലി ഉണരുന്നു. മുന്നിലുള്ളത് അയാളുടെ ഭാര്യ യാവർ ആണ് എന്ന് ഷാവോ പറയുന്നുണ്ടെങ്കിലും അവനത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഷാവോ ആ ലവ് ടോക്കൺ കാണിച്ചിട്ട് പോലും അവനത് വിശ്വസിക്കുന്നില്ല. ഈ ഡീമൻ യാവറെ കൊന്നിട്ട് അത് തട്ടിയെടുത്തതാണ് എന്നാണ് ആലി പറയുന്നത്. അത് കേട്ടതോടെ ഡീമൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി തനിച്ചൊരിടത്ത് നിന്ന് പോയി ഉറക്കെ അലറുന്നുണ്ട്. ഷാവോ കുറച്ച് സമയമെടുത്ത് ആലിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഈ ഡീമൻ എപ്പോഴും അവനെ അന്വേഷിച്ചാണല്ലോ വന്നുകൊണ്ടിരുന്നത്. അവനുള്ളിടത്താണ് എപ്പോഴും ഡീമനെ കണ്ടിട്ടുള്ളത്. അതൊക്കെ അത് യാവർ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സമയം കൊണ്ട് ഷാവോ അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതോടെ അവൻ ആകെ വിഷമത്തിലാവുന്നു. സിഷു ഈ സമയം തിരികെ ബിങ്ഷുവിൻ്റെ അടുത്തെത്തി താനൊരു ഡീമനെ കണ്ട വിവരം അറിയിക്കുന്നുണ്ട്. ഡീമൻ്റെ രൂപത്തെക്കുറിച്ചും അവൻ വിവരിക്കുന്നു. എന്നിട്ട് ഫെയ്യു ഗാർഡ്സിലെ ഒരാളുമായിട്ടാണ് ഡീമൻ സംസാരിച്ചത് എന്ന് പറയുന്നതിന് വേണ്ടി സിഷു ബിങ്ഷുവിൻ്റെ പുറകിൽ നിൽപ്പുണ്ടായിരുന്ന ഫെയ്യു ഗാർഡ്സിനെ വിരൽ ചൂണ്ടി കാണിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപകടം മനസ്സിലായ ബിങ്ഷു പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും ആ ഗാർഡ്സിന് സംശയം തോന്നി അവനെ അറ്റാക്ക് ചെയ്യാനായി തയ്യാറെടുത്ത് മുന്നോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് യാവർ അവരെ ആക്രമിക്കാനെന്ന രീതിയിൽ അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് മാത്രം അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ മാറുന്നുണ്ട്. അത് യാവറാണ് എന്ന് ബിങ്ഷുവിന് ഇപ്പോൾ അറിയില്ലല്ലോ. അതുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യാനായി അവൻ കൂടെയുള്ളവരെ കൂടി വിളിക്കുന്നു. പക്ഷെ ആരും അവൻ്റെ ഓർഡർ അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് അവസാനം അവൻ തനിച്ച് ഡീമനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും ഷാവോ ആലിക്കൊപ്പം അങ്ങോട്ടെത്തി ബിങ്ഷുവിനെ തടയുന്നുണ്ട്. അത് യാവറാണ് എന്നവൾ ഉറക്കെ വിളിച്ച് പറയുന്നു. അങ്ങനെ ബിങ്ഷു തൽക്കാലം ആക്രമണം നിർത്തുന്നുണ്ട്. ആലി യാവരുടെ അടുത്തെത്തി അവളെ തിരിച്ചറിയാതെ പോയതിന് ക്ഷമ ചോദിക്കുന്നു. ആലി തന്നെ മനസ്സിലാക്കിയത് തന്നെ യാവർക്ക് വലിയ സന്തോഷമായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഷാവോയും ഇത് കണ്ടുകൊണ്ട് അവിടെ നിന്ന് കരയുകയാണ്. കുഞ്ഞു ലീഫ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ് അവനെ യാവരെ പഴയ രൂപത്തിലേക്ക് ആക്കാൻ കഴിയും എന്ന് ഷാവോയ്ക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അതിന് അവൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അവൻ ആ ബ്രേസ്ലെറ്റായി മാറും. പിന്നെ തിരികെ ശക്തി കിട്ടണമെങ്കിൽ കുറേ സമയം വേണ്ടി വരും. ആ സമയത്ത് ഷാവോയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അവന് സഹായിക്കാൻ പറ്റില്ല. അവൾ തനിയെ അവളുടെ പ്രൊട്ടക്ഷൻ നോക്കേണ്ടി വരും എന്നൊക്കെ കുഞ്ഞു ലീഫ് അവളോട് പറയുന്നു. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴും യാവരെ പഴയ രൂപത്തിലേക്ക് ആക്കാൻ തന്നെയാണ് ഷാവോവിനോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ കുഞ്ഞു ലീഫ് അതിൻ്റെ ശക്തി ഉപയോഗിച്ച് യാവരെ പഴയ രൂപത്തിലേക്ക് ആക്കുന്നുണ്ട്. അതോടെ അതിൻ്റെ ശക്തി ഇല്ലാതെയായി അത് ബ്രേസ്ലെറ്റിൻ്റെ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. ആലിയും യാവറും സന്തോഷത്തോടെ ഷാവോയ്ക്ക് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഹേവു ഈ സമയം ഇമ്മോർട്ടൽ ആണ് എന്ന് പറഞ്ഞ് ആ ഗ്രാമീണരെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിഷു ഈ സമയം ആലിയുടെയും യാവറുടെയും അടുത്തേക്ക് വന്ന് ഹേവുവിനെ പറ്റി പറയുന്നുണ്ട്. യാവർ അത് കേട്ടതും അവന് പിന്നാലെ പോകുന്നു. അങ്ങനെ ആലിക്കും അവൾക്ക് പിന്നാലെ പോകേണ്ടി വരുന്നു. യൂലി സ്പ്രിംഗ് വാട്ടർ ആണ് എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന വെള്ളം ഗ്രാമീണർക്ക് കുടിക്കാൻ കൊടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആലിയും യാവറും കൂടി അങ്ങോട്ടേക്ക് എത്തിയത്. ആ വെള്ളം കുടിച്ചിട്ടാണ് താൻ ഡീമൻ്റെ രൂപത്തിലായത്. അതുകൊണ്ട് ആരും അത് കുടിക്കരുത് എന്ന് യാവർ വിളിച്ചു പറയുന്നുണ്ട്. അത് കേട്ട ഉടൻ തന്നെ ആലി തൻ്റെ വാൾ കൊണ്ട് അത് തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്നു. താഴെ വീണ് ആ ബോട്ടിൽ പൊട്ടുന്നു. അതിൽ നിന്ന് പുറത്ത് വന്ന വെള്ളത്തിൽ നിന്ന് കറുത്ത പുക ഉയരുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും പേടിക്കുന്നു. ആകെ കലിപ്പായ ഹേവു ആലിയെയും യാവറെയും കഴുത്ത് ഞെരിച്ച് കൊല്ലാനൊരുങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ബിങ്ഷു അങ്ങോട്ടേക്ക് എത്തുന്നു. ടാനർ കൂടെ ഇല്ലാത്തത് കൊണ്ട് അവനെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഹേവുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഹേവുവിനെ തളയ്ക്കാനായിട്ട് ബിങ്ഷുവിന് ബാക്കി ഫെയ്യു ഗാർഡ്സിൻ്റെ സഹായം കൂടി ആവശ്യമുണ്ട്. അവരോട് ഒരു ഫോർമേഷൻ രൂപീകരിക്കാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ അവൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവരാരും അവൻ്റെ ഓർഡർ അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല
അവനെ വളഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അവിടെയുള്ള എല്ലാവരെയും താൻ കൊല്ലും എന്ന് ഹേവു പറയുന്നു. ഷാവോ ഇതൊക്കെ കണ്ട് കുറച്ച് അപ്പുറത്തുണ്ടായിരുന്നു. ഹേവുവിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടെ ഒരിടത്ത് മറിഞ്ഞിരുന്ന് ഹോങ്ങയുടെ ശബ്ദത്തിൽ അവനെ പേടിപ്പിക്കുന്ന രീതിയിൽ എന്തോ വിളിച്ചു പറയുന്നുണ്ട്. ഹേവു ശരിക്കും ആദ്യം ഒന്ന് ഞെട്ടിയതായിരുന്നു. ഹോങ്ങെ അടുത്തെവിടെയോ ഉണ്ട് എന്ന് തന്നെ അവൻ വിചാരിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും ഷാവോയെ ആ അസിസ്റ്റന്റ് കണ്ടുപിടിക്കുന്നുണ്ട്. അതോടെ അവളുടെ ആ ട്രിക്ക് പൊളിയുന്നു. അസിസ്റ്റന്റ് അവളെയും കൊണ്ട് ഹേവുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഹേവു അവളെ പൊക്കിയെടുത്ത് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തുടങ്ങുന്നുണ്ട്. അവളെ ഉപദ്രവിക്കുമ്പോൾ ഹോങ്ങെ പുറത്തേക്ക് വരും എന്നാണ് ഹേവുവിൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് ഹോങ്ങയെ കൂടി കൊല്ലാം എന്നാണ് അവൻ്റെ ചിന്ത. ആലിയും യാവറും കൂടി ഷാവോയെ സഹായിക്കാനായിട്ട് മുന്നോട്ടായിരുന്നുണ്ടെങ്കിലും അവിടെ പല ഭാഗങ്ങളിലായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്ന ഫെയ്യു ഗാർഡ്സിൻ്റെ ആക്രമണത്തിൽ അവർ രണ്ടുപേരും കൊല്ലപ്പെടുന്നു. ബിങ്ഷുവിനും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഷാവോ കുഞ്ഞു ലീഫിനെ സഹായത്തിന് വിളിക്കുന്നുണ്ടെങ്കിലും നേരത്തെ യാവറെ പഴയ രൂപത്തിലേക്ക് മാറ്റാനായിട്ട് അത് മുഴുവൻ ശക്തിയും ഉപയോഗിച്ചത് കാരണം അതിനും അനക്കമില്ല. അങ്ങനെ കാര്യങ്ങൾ ആകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ശിശുവിൻ്റെ മട്ട ആകെ മാറുന്നത്. അവൻ ഒരു ഭീകര രൂപത്തിലേക്ക് മാറി വില്ലന്മാരെ ആക്രമിക്കുന്നു. എല്ലാവരും പേടിച്ച് അവളത് ഓടിപ്പോകുന്നുണ്ട്. ശരിക്കും ശിശു ആയിരുന്നു തവോഷി. കുറേ കഴിഞ്ഞ് എല്ലാം ശാന്തമായി കഴിഞ്ഞപ്പോൾ ഷാവോയും ബിങ്ഷുവും കൂടി ശിശുവിനെ തിരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. സാധനങ്ങളുടെയൊക്കെ അടിയിലായി കിടപ്പുണ്ടായിരുന്ന അവനെ അവർ കണ്ടെത്തുന്നു. ആ സമയത്ത് അവന് ബോധമുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ അവൻ ഉണരുന്നുണ്ട്. ഉണർന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്രാമീണരൊക്കെ തൻ്റെ ശരിക്കുള്ള രൂപം കണ്ട് പേടിച്ച് ഓടിപ്പോയതിനെക്കുറിച്ച് ഓർത്ത് അവൻ വിഷമിക്കുന്നു. ഇനി ആരും തനിക്കൊപ്പം കളിക്കാൻ തയ്യാറാവില്ല എന്നാണ് അവൻ്റെ ഏറ്റവും വലിയ വിഷമം. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, അവൻ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ അവൻ്റെ ശരിക്കുള്ള രൂപം പുറത്തെടുത്തത്. അതുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാവും അവർ ഇനിയും അവൻ്റെ ഒപ്പം കളിക്കും എന്നൊക്കെ പറഞ്ഞ് ഷാവോ അവൻ്റെ അടുത്തിരുന്ന് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവന് ഷട്ടിൽ കളിക്കാനാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്ടമെന്ന് ഷാവോ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ജിങ്ക എന്ന അവൻ്റെ ഒരു ഫ്രണ്ടാണ് അതിന് കാരണം. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് സ്വർഗത്തിൽ നിന്ന് ഓർഡർ കിട്ടിയതനുസരിച്ച് അവൻ ഈ ഭൂമിയിൽ വന്ന് ഇവിടെ ആ കുല്ലൻ മിററിൻ്റെ ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെ വർഷങ്ങളോളമുള്ള ഈ ഒറ്റപ്പെട്ട ജീവിതം മടുത്ത് ഒരു ദിവസം അവൻ മനുഷ്യരൂപത്തിലേക്ക് മാറി ആരെങ്കിലുമായിട്ടൊക്കെ കൂട്ടുകൂടുക എന്ന ഉദ്ദേശത്തോടെ മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്നു. അവൻ്റെ ആ പ്രായത്തിലുള്ള കുറേ കുട്ടികളുമായിട്ട് അവൻ സൗഹൃദമുണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും അവനെ കൂടെ കളിപ്പിക്കാനോ അവനുമായിട്ട് കൂട്ടുകൂടാനോ ഒന്നും തയ്യാറാവുന്നില്ല. അങ്ങനെ ആകെ വിഷമിച്ച് അവൻ തിരികെ പോകുന്ന വഴിക്ക് വെച്ചാണ് ജിങ്ക എന്ന പെൺകുട്ടിയെ പരിചയപ്പെട്ടതും അവളുമായി സൗഹൃദത്തിലാവുന്നതും. അവൻ്റെ വിഷമം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അവനെ ഫ്രണ്ടാക്കുകയും അവൻ്റെ ഒപ്പം പല പല കളികൾ കളിക്കുകയും ചെയ്തു. ഷട്ടിൽ കളിക്കാൻ അവനെ പഠിപ്പിച്ചതും അവളാണ്. അന്ന് അവനത് കളിക്കാൻ നന്നായിട്ട് അറിയില്ല. അവളാണെങ്കിൽ എക്സ്പേർട്ടുമാണ്. നേരം രാത്രിയാവുന്നത് പോലും അറിയാതെ രണ്ടുപേരും ഒരുപാട് സമയം പല കളികളും കളിച്ച് ഒരുമിച്ച് ചിലവഴിക്കുന്നുണ്ട്. പക്ഷെ നേരം രാത്രിയായപ്പോൾ ജിങ്ക കരയാൻ തുടങ്ങുന്നു. അവൾ ശരിക്കും കുൻലൻ മിററിൻ്റെ ഭാഗം അന്വേഷിച്ചാണ് അവിടെ എത്തിയത്. ഒരു ദിവസം മാത്രം ആയുസുള്ള ഒരു മെയ്ഫ്ലൈ ആണ് അവൾ. ഇമ്മോർട്ടൽ ഡ്യൂവിൻ്റെ ഒരു അംശം അവളുടെ ശരീരത്തിൽ പറ്റിയതുകൊണ്ടാണ് അവൾ ഇങ്ങനെ മനുഷ്യരൂപത്തിലേക്ക് മാറിയത്. പക്ഷേ അങ്ങനെ മനുഷ്യരൂപത്തിലായെങ്കിലും ഒരു വർഷം മാത്രമാണ് അവൾക്ക് ആയുസ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ 11 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവൾക്ക് ബാക്കിയുള്ളത്. ആയുസ് നീട്ടി കിട്ടാൻ യൂലി സ്പ്രിംഗ് വാട്ടർ കുടിക്കുക മാത്രമാണ് അവൾക്ക് മുന്നിലുള്ള വഴി. അതിനു വേണ്ടിയിട്ടാണ് കുൻലൻ മിററിൻ്റെ ഭാഗങ്ങൾ അന്വേഷിച്ച് അവൾ ഇറങ്ങി പുറപ്പെട്ടത്. ഓൾറെഡി അവൾക്ക് 7 ഭാഗങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ആകെ ഒരു ഭാഗം കൂടി മാത്രമേ കിട്ടാനുള്ളൂ. അത് കിട്ടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ ഉറപ്പായി മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജിങ്ക അവിടെ നിന്ന് കരയുന്നത്. തവോഷിക്ക് ഇതൊക്കെ കണ്ട് അവളോട് സഹതാപം തോന്നുന്നു. അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവൻ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് സൂക്ഷിച്ചിരുന്ന ആ മിററിൻ്റെ ഭാഗം അവൻ അവൾക്ക് സമ്മാനിക്കുന്നുണ്ട്. യൂലി സ്പ്രിംഗ് കണ്ടെത്തി ഇമ്മോർട്ടൽ ആയ ശേഷം തിരികെ വന്ന് അവൻ്റെ ഒപ്പം കളിക്കാമെന്ന് പറഞ്ഞിട്ട് ജിങ്ക അവനോട് യാത്ര പറഞ്ഞു പോകുന്നു. പക്ഷെ തിരികെ എത്തുമ്പോഴേക്കും അവൻ വളർന്ന് രൂപം മാറിയാൽ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അതിനുള്ള ഒരു സൊല്യൂഷനും കൂടി അവൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അവൾ തിരികെ വരുന്നത് വരെ അവൻ ഈ രൂപത്തിൽ തന്നെ വെയിറ്റ് ചെയ്യണം. അവനത് സമ്മതിക്കുന്നു. പിന്നെ അവൻ്റെ ഈ പേര് കാരണമാണ് മനുഷ്യരാരും അവൻ്റെ ഒപ്പം കളിക്കാൻ തയ്യാറാവാത്തത്. അതുകൊണ്ട് അവൻ്റെ പേരൊന്ന് ചെറുതായി മാറ്റണമെന്ന് പറഞ്ഞിട്ട് ജിങ്ക തന്നെയാണ് ശിശു എന്ന പേര് അവന് നൽകിയത്. അന്ന് പോയ ജിങ്ക തിരികെ വരും എന്ന പ്രതീക്ഷയോടെ അവൻ ഇപ്പോഴും അതേ രൂപത്തിൽ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൾ ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവൻ്റെ ഈ കാത്തിരിപ്പ് ഷാവോയെയും ബിങ്ഷുവിനെയും വിഷമിപ്പിക്കുന്നുണ്ട്. ജിങ്ക ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല എന്ന് ബിങ്ഷു അവനോട് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വരും എന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്ന് ശിശു പറയുന്നു. അവരും ഈ കുൻലൻ മിററിൻ്റെ ഭാഗങ്ങൾ അന്വേഷിച്ച് വന്നതാണെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തൻ്റെ കൈവശമില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഷാവോയ്ക്ക് അവൻ്റെ ഈ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവനോട് നല്ല സഹതാപം തോന്നുന്നു. അവൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് കുറേ സമയം അവൻ്റെ ഒപ്പം കളിക്കാമെന്ന് അവൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവന് സന്തോഷമാവുന്നു. ഷാവോ നിർബന്ധിച്ച് ബിങ്ഷുവിനെ കൂടി തങ്ങൾക്കൊപ്പം കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടി പല പല കളികൾ കളിച്ചുകൊണ്ട് കുറേ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. ശിശു ശരിക്കും നല്ല സന്തോഷത്തിലായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ കുറേ സമയം അവർക്കൊപ്പം സന്തോഷത്തോടെ ചിലവഴിച്ച ശേഷം അവൻ വിഷമത്തോടെ അവരോട് യാത്ര പറയുന്നു. അവനിങ്ങനെ മനുഷ്യരൂപത്തിലേക്കായിട്ട് ഇപ്പോൾ 1000 വർഷങ്ങൾ തികഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവന് തിരികെ പോകാനുള്ള സമയമായിരിക്കുകയാണ്. ഇനി തിരികെ പോയി പണിഷ്മെൻറ്റ് ഏറ്റുവാങ്ങാൻ പോവുകയാണ്
എന്നെങ്കിലും അവർ ജിങ്കയെ നേരിട്ട് കാണുകയാണെങ്കിൽ അന്ന് അവൾ പഠിപ്പിച്ചു കൊടുത്ത ആ ഷട്ടിൽ ഇപ്പോൾ അവൻ നന്നായി കളിക്കാൻ പഠിച്ചു എന്നുള്ള കാര്യം അവളോട് പറയണം എന്ന് ഷാവോയെ അവൻ പറഞ്ഞേൽപ്പിക്കുന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷാവോയ്ക്കും ബിങ്ഷുവിനും നല്ല വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്. ശിശു പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മിററിൻ്റെ പീസ് കിടക്കുന്നത് അവർ കാണുന്നു. കുൻലുൻ മിററിൻ്റെ ഭാഗം ഓൾറെഡി ജിങ്കയ്ക്ക് നൽകിയതാണ് എന്ന് അവൻ പറഞ്ഞിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത് വന്നതെന്ന് അവർക്ക് ആദ്യം മനസ്സിലാവുന്നില്ല. പിന്നെയാണ് ഫീലിങ്സിൽ നിന്നാണ് ഈ കുൻലുൻ മിററിൻ്റെ ഭാഗങ്ങൾ ഉണ്ടായി വരുന്നതെന്ന് മുമ്പ് ഹോങ്ങെ പറഞ്ഞത് ഷാവോയ്ക്ക് ഓർമ്മ വരുന്നത്. അവൾ അതിനെപ്പറ്റി ബിങ്ഷുവിനോടും പറയുന്നു. ഏത് ഫീലിംഗ് ആയിരിക്കും അതെന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ മിററിൻ്റെ ഭാഗവുമായിട്ട് തിരികെ പോകുന്നു. 1000 വർഷങ്ങൾക്ക് മുമ്പ് കുൻലുൻ മിററിൻ്റെ ഭാഗങ്ങളെല്ലാം ഒരുമിച്ചാക്കിയത് ഡ്രീം ദേവത ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ശിശു നേരത്തെ പറഞ്ഞ ആ ജിങ്കെ ഡ്രീം ദേവത തന്നെ ആയിരിക്കുമെന്ന് ബിങ്ഷു ഷാവോയോട് പറയുന്നുണ്ട്. ഷാവോയ്ക്കും അതേ സംശയം തന്നെ ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, പിയാൻ പിയാൻ ഡ്രീം ദേവതയുടെ കഥ ബിങ്ഷുവിന് നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നല്ലോ. ആ കഥയും ബിങ്ഷു അവളോട് പറയുന്നുണ്ട്. തിരികെ എത്തിക്കഴിയുമ്പോൾ ഡ്രീം ദേവതയെ കൊടുക്കാൻ ബിങ്ഷു എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണ് എന്ന് അവൻ വിശദമായിട്ട് ഷാവോയോട് പറയുന്നില്ല. അവൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ താൻ പറയുന്നത് അനുസരിച്ച് അടങ്ങി നിന്നാൽ മതിയെന്ന് അവൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകുന്നുണ്ട്. അവർ തിരികെ എത്തിയ ശേഷം മിററിൻ്റെ ഭാഗം ദേവതയെ കാണിച്ചപ്പോൾ ദേവത ശരിക്കും അത്ഭുതപ്പെടുന്നു. ഇവർ ഇതുമായി തിരികെ എത്തുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. പോകുന്നതിന് മുമ്പ് ഇതുമായി തിരികെ എത്തിക്കഴിഞ്ഞാൽ ടാനറേയും പിയാനെയും സ്വതന്ത്രമാക്കണം എന്നായിരുന്നല്ലോ ഇവർ പറഞ്ഞിരുന്നത്. പക്ഷെ രണ്ടുപേരെയും കൂടി വിടാൻ പറ്റില്ല. അവർ ആരെങ്കിലും ഒരാളെ സ്വതന്ത്രമാക്കാം, ആരെ വേണമെന്ന് ചൂസ് ചെയ്തോളാൻ ദേവത പറയുന്നുണ്ട്. ബിങ്ഷു ചൂസ് ചെയ്തത് ടാനറയാണ്. കാര്യം കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം സഹോദരിയെ ചൂസ് ചെയ്തതിന് ദേവത പരിഹസിക്കുന്നുണ്ട്. പക്ഷേ ടാനറെ സ്വതന്ത്രമാക്കാൻ അവർ തയ്യാറാവുന്നു. ടാനറെ പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ മിററിൻ്റെ ഭാഗം നേരിട്ട് നൽകാൻ വേണ്ടി ബിങ്ഷു ദേവതയെ അടുത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ അവർ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് ദേവതയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ടാനറോട് അവരെ അറ്റാക്ക് ചെയ്യാനായി പറയുന്നു. ടാനർ അവൻ്റെ ഓർഡർ അനുസരിച്ച് മുന്നോട്ട് വന്ന് ദേവതയെ വെട്ടുന്നുണ്ട്. പക്ഷേ അവരുടെ നേരെ മുന്നിൽ നിൽക്കുകയായിരുന്ന ബിങ്ഷുവിനും ആ വെട്ടേൽക്കുന്നു. ഇനി തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ബിങ്ഷുവിന് തോന്നുന്നതിനാൽ ടാനറയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടോളാൻ അവൻ ഷാവോയോട് പറയുന്നുണ്ട്. പക്ഷേ ഷാവോ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ പിടിച്ചു നിർത്തിയിരുന്ന ദേവതയെ നോക്കുന്നു. കാരണം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഡ്രീം ദേവത ആയിരുന്നില്ല, മറിച്ച് ദാലിയായിരുന്നു. ദാലിയായിരുന്നു ദേവതയുടെ രൂപത്തിൽ ഡ്രീം ദേവത അവർക്ക് മുന്നിലേക്ക് വിട്ടത്. നീ ഇങ്ങനെ എന്തെങ്കിലും പണി ഒപ്പിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ തയ്യാറെടുപ്പോടെയാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രീം ദേവത അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തുന്നു. ബിങ്ഷു തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് മുന്നിൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവന് നല്ല രീതിയിൽ പരിക്കേറ്റ് ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ദാലിക്ക് സംഭവിച്ചത് ഷാവോയെ നല്ല വിഷമത്തിലാക്കുന്നുണ്ട്. ദാലിയുടെ കൾട്ടിവേഷനൊക്കെ നഷ്ടമായിട്ട് അവളുടെ ഒറിജിനൽ രൂപമായ ആ ഫ്ലവറിൻ്റെ രൂപത്തിലേക്ക് ആവുന്നു. ഷാവോ ആ പൂവ് സുരക്ഷിതമായി താഴേക്ക് വെച്ചിട്ട് ഡ്രീം ദേവതയെ അറ്റാക്ക് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഷാവോയ്ക്കും തീരെ ശക്തി കുറവില്ലേ. അവൾക്കും ഡ്രീം ദേവതയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവൾ അപ്പോൾ തന്നെ പരാജയപ്പെടുന്നു. മാത്രമല്ല ഡ്രീം ദേവത ഹോങ്ങയെ കൂടി അങ്ങോട്ടേക്ക് വർത്തിക്കുന്നുണ്ട്. അവനിപ്പോൾ ഷാവോയെ പരിചയമില്ലാത്തതുപോലെയാണ് നിൽക്കുന്നത്. അവൾ ബിങ്ഷുവിനൊപ്പം പോയതാണ് അവൻ്റെ ഈ മാറ്റത്തിന് കാരണം. അവൻ അവളെ വെറുത്തു കഴിഞ്ഞു. അങ്ങനെ തൻ്റെ സഹായിയായി മാറിയിരിക്കുകയാണ് എന്നൊക്കെ ദേവത അവിടെ നിന്ന് പറയുന്നുണ്ട്. ഷാവോ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ താൻ പറയുന്നത് സത്യമാണല്ലോ എന്ന് ദേവത ഹോങ്ങയോട് തന്നെ ചോദിക്കുന്നുണ്ട്. അവനും അത് സമ്മതിക്കുന്നുണ്ട്. അവനിങ്ങനെ ദേവതയുടെ സഹായിയായി നിൽക്കാമെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ദേവത അവൻ്റെ പോയിസൺ മാറ്റി കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ രണ്ടുപേരുടെയും ഹേർട്ട് ഇപ്പോൾ പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അവർക്ക് രണ്ടുപേർക്കും ഒരേ ഫീലിങ്സ് ആയിരിക്കും അനുഭവിക്കാൻ സാധിക്കുക. ഇനി തൻ്റെ ഹൃദയത്തിൽ ഷാവോയ്ക്ക് സ്ഥാനമില്ല എന്നൊക്കെ ഹോങ്ങ തന്നെ അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് പോലും ഷാവോ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അവളിപ്പോൾ തനിക്ക് ആരുമല്ല, അവളെ അവിടെ നിന്ന് വിട്ടയച്ചേക്കാൻ ഹോങ്ങ ഈ സമയത്ത് ഡ്രീം ദേവതയോട് പറയുന്നുണ്ട്. പക്ഷേ അവനീ പറയുന്നത് അവർക്കിപ്പോഴും വിശ്വാസമായിട്ടില്ല. അതുകൊണ്ട് അവർ അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവൻ പറയുന്നതൊക്കെ കള്ളമാണ്. അവൻ ഇപ്പോഴും ഷാവോയെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതോടെ അവരാകെ വയലൻ്റ് ആവുന്നുണ്ട്. അവർ ചെറുതായിട്ട് എന്തോ ചെയ്തപ്പോൾ തന്നെ ഹോങ്ങിയ ബ്ലഡൊക്കെ വോമിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും അവൻ വേഗം ഷാവോയുടെ അടുത്തെത്തിയിട്ട് അവളോട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നു. എന്നിട്ട് സർവ്വശക്തിയും ഉപയോഗിച്ച് അവൻ സ്വന്തം ഹൃദയം നശിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഡ്രീം ദേവതയെ നശിപ്പിക്കുകയാണ് അവൻ്റെ ഉദ്ദേശം. അവരുടെ ഹേർട്ട് ഇപ്പോൾ പരസ്പരം കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഡ്രീം ദേവതയ്ക്കും ബാധിക്കും. വേഗം അവനെ തടഞ്ഞില്ലെങ്കിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്ന് കുഞ്ഞു ലീഫ് ഷാവോയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഷാവോ ഹോങ്ങയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. അവൻ ഡ്രീം ദേവതയെ നശിപ്പിക്കാനായിട്ട് ഉറച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അവൻ ഇങ്ങനെ എന്തൊക്കെ ചെയ്താലും തനിക്കൊന്നും സംഭവിക്കില്ല എന്ന മട്ടിലാണ് ഡ്രീം ദേവത ഇപ്പോഴും നിൽക്കുന്നത്. അധികം വൈകാതെ ഹോങ്ങയെ തളർന്നു വീഴുന്നു. അതോടെ അവരും ബ്ലഡൊക്കെ വോമിറ്റ് ചെയ്യുന്നുണ്ട്. തനിക്ക് ഇനി അധിക സമയം ബാക്കിയില്ല എന്നവർക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഈ ഒരു കണ്ടീഷനിലും ഷാവോയെ പറഞ്ഞ് തെറ്റിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവൾ വിചാരിക്കുന്നത് പോലെ ഹോങ്ങയ്ക്ക് അവളോട് ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമൊന്നുമില്ല എന്ന് ദേവത തർക്കിക്കുന്നു. അവിടുത്തെ ഗാർഡനിൽ എപ്പോഴും വെള്ളത്തിൻ്റെ നനവോടെ നിൽക്കുന്ന ഒരു പൂവ് ഷാവോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് ശരിക്കും ഡ്രീം ദേവതയുടെ ഹൃദയമാണ് എന്ന് ഷാവോ മനസ്സിലാക്കിയിരുന്നു. അവരുടെ ഹൃദയം മുമ്പ് ക്രിസ്റ്റലാക്കുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന ഒറിജിനൽ ഹേർട്ടാണ് ആ പൂവായി മാറിയിരിക്കുന്നത്. ഡ്രീം ദേവതയ്ക്ക് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതെ അവരുടെ ഉള്ളിൽ ഒതുക്കുന്ന വിഷമങ്ങളൊക്കെയാണ് ആ പൂവിലെ വെള്ളമായിട്ട്
ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ കണ്ണീരാണ് ഈ വെള്ളമായിട്ട് വരുന്നതെന്നാണ് ഷാവോ പറയുന്നത്. അതേപോലെ തന്നെ അവർ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അവിടെ ടെസ്റ്റുകൾ നടത്താറുണ്ടല്ലോ. ആ ടെസ്റ്റുകൾ ശരിക്കും അവരുടെ ആത്മാർത്ഥതയെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. ആർക്കും ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടാണല്ലോ എല്ലാവരും അതിൽ ഫെയിലാവുന്നത്. ഇതൊക്കെ അവരുടെ മനസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അവർക്ക് ചുറ്റും വിശ്വാസമുള്ള ആരും ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഷാവോ ആരോപിക്കുന്നുണ്ട്. പിന്നെ അവർ വിചാരിക്കുന്നത് പോലെ ആരും അവരോട് ആത്മാർത്ഥത കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത് സത്യമല്ല. കാരണം കഴിഞ്ഞ 1000 വർഷങ്ങളായിട്ട് തവോഷി അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് അവൻ അവരോട് ശരിക്കും ആത്മാർത്ഥത കാണിച്ചിരുന്നുവെന്നും ഷാവോ പറയുന്നുണ്ട്. പക്ഷേ ഡ്രീം ദേവത അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അവൻ ഇഷ്ടപ്പെട്ടിരുന്നത് ജിങ്കയാണ്. അവൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പോയി കഴിഞ്ഞുവെന്നാണ് ഡ്രീം ദേവത പറയുന്നത്. ജിങ്ക എങ്ങും പോയിട്ടില്ല. അവളെ ഈ ഡ്രീം ദേവത ഒരു ഷെല്ലിനുള്ളിൽ അടച്ചു വെക്കാൻ ശ്രമിച്ചതാണ് എന്നും ഷാവോ തർക്കിക്കുന്നു. സിഷു അവരോട് പറയാനായി പറഞ്ഞേൽപ്പിച്ച മെസ്സേജും ഷാവോ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും സിഷുവിൻ്റെ രൂപം അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടിയിൽ തെളിയുന്നു. അവളുടെ രൂപം മാറിയെങ്കിലും മുന്നിൽ നിൽക്കുന്നത് ജിങ്കയാണ് എന്ന് സിഷുവിന് മനസ്സിലാവുന്നുണ്ട്. രൂപം മാറിയെങ്കിലും തനിക്ക് അവളെ മനസ്സിലായി എന്ന് സിഷു വിളിച്ചു പറയുന്നു. അവൻ ആ ഷട്ടിൽ കോക്ക് അവൾക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അവൾ പഠിപ്പിച്ചതിനേക്കാൾ നന്നായി കളിക്കാൻ താൻ പഠിച്ചു കഴിഞ്ഞുവെന്നും അവൻ സന്തോഷത്തോടെ പറയുന്നു. ഷാവോ പറയുന്നത് പോലെ അവൻ ഒരിക്കലും തന്നെ വെറുത്തിട്ടില്ല എന്ന് അവർ ചോദിക്കുന്നുണ്ട്. വെറുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അവൾക്കൊപ്പം ചിലവഴിച്ച ആ ഒരു ദിവസമാണ് തൻ്റെ ഓർമ്മയിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ശിശുവിൻ്റെ രൂപം മറയുന്നു. ദേവതയും അന്ന് അവൻ്റെ ഒപ്പം ചിലവഴിച്ച ആ ദിവസത്തെ പറ്റി ആ സമയത്ത് ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഷാവോ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് സമ്മതിച്ച് അവരുടെ രൂപം അലിഞ്ഞില്ലാതെ ആവുന്നുണ്ട്. അപ്പോഴേക്കും ഷാവോയും മയങ്ങി ഹോങ്ങയുടെ ദേഹത്തേക്ക് ചായുന്നു.